നമുക്കറിയാം, ധ്യാനം തുടങ്ങിയ കാലത്ത് ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ പറയുമായിരുന്നു, ഒരു 60% ഒരുപാട് വിവാഹമോചനങ്ങളുടെ കേസുകൾ വരുമ്പോൾ ഒരു 60% കേസുകളാണ് പ്രേമബന്ധങ്ങൾ കൊണ്ട് വിവാഹമോചനം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ ഇടയിൽ 95% ഡൈവോഴ്സ് കേസ് ഞാൻ കാണുന്നത് പ്രേമിച്ചുള്ള കല്യാണം, പ്രത്യേകിച്ച് മതം മാറി കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഴുവൻ തന്നെ തകർന്ന് തരിപ്പണമാവും. കഴിഞ്ഞ ആളെനിക്കറിയാം, ഒരു കൊച്ചുകുട്ടി, അതൊക്കെ 19 വയസ്സ് പ്രായമല്ലോ, അത് പഠിച്ച് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൂ. ഉടനെ ഒരു ഒളിച്ചോടി, ക്രൈസ്തവ കുടുംബം ഒളിച്ചോടി ഒരു 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 അക്രൈസ്തവനായ ഒരുവൻ്റെ പുറകെ പോയി കല്യാണം പോയി കഴിച്ചു. ഭയങ്കര പ്രശ്നം, നാട് മുഴുവൻ നാണം കെട്ട് വീട്ടുകാരും കുടുംബക്കാരെല്ലാം തകർന്ന് തരിപ്പണമായി. കൊച്ചങ്ങ് പോയി. കൊച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോണ്ട് ഒരു 2 മാസം കഴിഞ്ഞില്ല അവൾ നിന്ന് ഇറങ്ങി. അവൾ ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിൽ തിരിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട്, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് തെറ്റുപറ്റി. എന്താ പറ്റി? ചതിക്കുഴിയാ മക്കളെ. നിങ്ങളോർക്കും ഇത് സുഖമാണെന്ന്. മക്കളെ, ജീവിതത്തിൽ നിങ്ങൾ നശിപ്പിക്കാറിയ തിരുമേനിയുടെ ശക്തിയായത് തിരിച്ചറിയണമെങ്കിൽ ദൈവബന്ധം വേണം. ദൈവബന്ധമില്ലാത്തവൻ മുഴുവൻ തീർന്ന ശേഷം തിരിച്ചറിയുള്ളൂ. ജീവിതം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ ബോധം തെളിയും. ജീവിതം മുഴുവൻ തീർന്നിട്ടല്ല ബോധം തെളിയേണ്ടത്, ഇപ്പോഴാണ് ബോധം തെളിയേണ്ടത്. മക്കളെ, ഇത് വ്യഭിചാരത്തിൽ ജഡിക പാപങ്ങൾ, ഇതാണ് സുഗലോലുപത. ബൈബിളിൽ പറയുന്ന വചനം വെച്ചുകൊണ്ട് സുഗലോലുപതയുടെ ഒരു പൈശാചിക ശക്തി ലോകത്തുണ്ട് എന്നുള്ള ലോകത്ത് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വളരെ പവർഫുള്ളായ സ്പിരിറ്റാണിത്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ പലതവണ പഠിപ്പിക്കുന്നുണ്ട്. ഈ തിന്മയുടെ അരൂപിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വചനങ്ങളൊന്ന് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനം നിങ്ങളൊന്ന് പോയിട്ട് വായിക്കണം. നിങ്ങൾ വലിയൊരു വചനമാണ്. മർക്കോസ് 5-ന്റെ 1 തൊട്ട് 20 വരെയുള്ള വചനം. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരേ വന്നു. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് വന്നു. അവൻ്റെ എതിരെ, ഈശോയുടെ എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാൽ ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്, തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാൻ തുക്കായ തീരത്തിലൂടെ പാഞ്ഞു നിന്ന് കടലിൽ മുങ്ങിച്ചത്തു. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്നികളെ മേയിച്ചു കൊണ്ടുവന്ന് ഓടിപ്പോയി. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി വിവരമറിയിച്ചു. സംഭവിച്ചത് എന്തെന്ന് കാണുവാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗിയോൺ ആവസിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സുബോധം വചനം ഇതാണ്. ലഗിയോൻ ആവസിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. ഇനി കേട്ടോ, ഈ വചനം മുഴുവൻ വളരെ ഗൗരവമുള്ള വചനം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ്. അശുദ്ധാത്മാവ് എന്താണ്? അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധിയുള്ള ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, ജഡികാരൂപത. ഹോസിയ 5:4 പറയുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം സ്പിരിറ്റ്. ഹല്ലേലൂയ. അൺക്ലീൻ സ്പിരിറ്റ്. അൺക്ലീൻ സ്പിരിറ്റ് ഇവനെ ബാധിച്ചിരിക്കുക. 2000 പന്നികളെ കൊന്നൊടുക്കുന്ന ഒരു തിന്മയുടെ ശക്തി, അത്രമാത്രം പവർഫുള്ളായ ഒരു തിന്മയുടെ ശക്തി. അത് അശുദ്ധിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്. ഇത് വലിയ സ്പിരിറ്റാണ്. ഇന്ന് ലോകം മുഴുവനും തന്നെ കയറി പിടിച്ചുകൊണ്ട് കുടുംബജീവിതങ്ങൾ ഇത് കയറി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞിരിക്കും. വിവാഹ
യുവാക്കളിൽ പിടിച്ചു കഴിഞ്ഞാൽ അനേകരെ നശിപ്പിക്കും, അനേകരെ തീർക്കും. അവനും ജീവിതം ഉണ്ടാകുകയല്ല. യുവതികളെ ബാധിച്ചാൽ അവളും നശിക്കും, അനേകരെ നശിപ്പിക്കുകയും ചെയ്യും. ആരെ വേണം നശിപ്പിക്കുന്ന ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത അതാണ്. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, ഈ ദുഷ്ടാരൂപി, അതായത് സ്വയംഭോഗം, സ്വവർഗരതികൾ, ഇത് വരുന്ന, അതുപോലെ തന്നെ ഈ പറയുന്ന വ്യഭിചാരത്തിൻ്റെ മേഖലകൾ, ബ്ലൂ ഫിലിമുകൾ, ഇതിന് അഡിക്റ്റ്. ഇന്നത്തെ ചില മക്കളെ കുറിച്ച് കാണാം, അവർക്ക് അപ്പം വേണ്ട, അമ്മ വേണ്ട, അല്ല ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, പള്ളി വേണ്ട, കുർബാന വേണ്ട, വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട, നാളത്തെ ജീവിതം വേണ്ട. ആകെ മൂന്ന് കാര്യം മതി. ഒന്ന് സെക്സ്, രണ്ട് മദ്യം, മൂന്ന് പണം. വേറൊന്നും വേണ്ടവന്. ആരോടും ഒരാട് സ്നേഹം ആരോടും നടത്തിയില്ല. അവൻ്റെ കൂട്ടുകാരനെ പോലും അവൻ ഉപയോഗിക്കുക. ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അവളെയല്ല അവനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൂട്ടുകൊടുക്കുന്നത്. പല ബന്ധങ്ങളുടെയും ലക്ഷ്യം അതാണ്, അല്ലാതെ വേറൊന്നുമില്ല. പണം, സെക്സ്, മദ്യം, ഇത് 3 തിന്മയുടെ അരൂപികളാണ്. പറഞ്ഞു യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കൾ, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം പറയുക. ഒരു 3.5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, ഈ കൊച്ചുമായിട്ട് ഒരു അമ്മ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. ഈ അമ്മ ഒരു പാവപ്പെട്ട വീട്ടിൽ കൂലിപ്പണിക്കാരത്തിയായ ഒരമ്മ. രാവിലെ ഈ കൊച്ചിനെ കൊണ്ടുപോയി, ആൺകുട്ടിയായി ഇവനെ കൊണ്ട് തൊട്ട അയൽവക്കത്ത്, ഒരു കോളനി പ്രദേശമാണ്, അവിടെ തൊട്ട അയൽവക്കത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ പണിക്ക് പോവാം. പണിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഈ വീട്ടുകാർ പറഞ്ഞു, മേലാൽ നിൻ്റെ ഈ കൊച്ചിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. ഈ കൊച്ചിൻ്റെ പ്രത്യേകതര സ്വഭാവങ്ങളുണ്ട്, വൃത്തികെട്ട സ്വഭാവം, സെക്സ്വലായിട്ടുള്ള തിന്മ. കൊച്ചറിയുന്നില്ല ഇത് വല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു, നാണക്കേടാണിത്. ഈ കൊച്ചിനെന്തോ രോഗമുണ്ട്, എന്തോ ഹോർമോണിൻ്റെ പ്രോബ്ലമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നീ വല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ നാളെ നിൻ്റെ വീട്ടിൽ ഭയങ്കര നാണക്കേടും അപമാനവും നീയും നിൻ്റെ കുടുംബം സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളാകെ തകർന്നു പോയി. ഇവൾ ഈ കൊച്ചിനെ കൊണ്ട് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പ്രത്യേകമായി ഹോർമോൺ ചെക്കപ്പ് നടത്തി. ഹോർമോൺ ചെക്കപ്പ് നടത്തിയപ്പോൾ കറക്റ്റാണ്, ഇവർ പറഞ്ഞ കറക്റ്റ്, ഹോർമോണിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിന് ഓവറായിട്ട് ഇങ്ങനെ ഈ സംഭവം വന്നിരിക്കുക. അപ്പോൾ ഹോർമോണാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ടു. അപ്പോൾ ഈ കൊച്ചിനെ, അപ്പോൾ ഇവരെന്ത് ചെയ്തു, അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു ഇതിന് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നൊരു മെഡിസിൻ കൊടുക്കണം. അത് കുറേ നാളത്തേക്ക്, ലൈഫ് ലോങ് മെഡിസിൻ, ശരിക്കും ഒത്തിരി നാളത്തേക്ക് മെഡിസിൻ കൊടുത്താലേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അമ്മയാകെ തകർന്നു പോയി. അമ്മ മരുന്ന് മേടിച്ചെങ്കിലും ഈ കുട്ടിയെ നേരെ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇവളും കൊച്ചും കൂടെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വരും. പെട്ടെന്ന് കണ്ടപാടെ ആത്മാവിൻ്റെ ഒരു സഹായം എനിക്ക് ഒത്തിരി കിട്ടാറുണ്ട് എൻ്റെ ഉള്ളിൽ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് ചോദിച്ച് ഇവളോട് ചോദിക്കുക, ഇവളുടെ കഴിഞ്ഞകാല ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. അപ്പോൾ ഇവളുടെ കല്യാണത്തിന് മുമ്പ് വഴിതെറ്റിയിട്ടുണ്ട്, കല്യാണത്തിന് ശേഷവും വഴിതെറ്റിയിട്ടുണ്ട്. കാരണം ഈ സ്പിരിറ്റ് കയറി പിടിച്ചു പൈശാചം. ഞാൻ കുമ്പസാരിക്കാൻ പറഞ്ഞു, കുമ്പസാരിച്ചു, ഇവളുടെ പാപമോചനം കൊടുത്തു. ശേഷം ബന്ധിച്ച് ഇവൾക്കൂട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സമയത്ത് ഈ കൊച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ട്. കൊച്ചിനെ പിടിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുവന്നു. കുഞ്ഞിൻ്റെ തലോട്ട് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിന് എങ്ങനെ പ്രാർത്ഥിച്ചു. ഹോസിയ 5:4 കാണുന്ന വ്യഭിചാരത്തിൻ്റെ ദുർഭൂതത്തെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ കുഞ്ഞിനെ വിട്ടുപോ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പ്രാർത്ഥിച്ചു. കൊച്ചു ബോധം കെട്ട് വീഴുകയോ ഒന്നും സംഭവിച്ചില്ല. കൊച്ചു വെറും നോർമൽ സാധാ. അപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച് കളിച്ചുകൊണ്ട് ഞാൻ അനാമളം തെളിച്ചു. പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഒരു മാനിഫെസ്റ്റേഷനോ ഒരു സംഭവം ഞാൻ കണ്ടില്ല. പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഭവിച്ചത് 1 മാസം കഴിയുമ്പോൾ ഈ കൊച്ചിൻ്റെ അമ്മ എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് പറയാ, കൊച്ചിനെ കരഞ്ഞോണ്ട് വരിക, അച്ഛൻ ഒരു സന്തോഷ വാർത്തയുണ്ട് അച്ഛൻ. എന്താണോ? അന്ന് അച്ഛൻ തലേക്ക് വെച്ച് ബന്ധിച്ചില്ല. അതിനുശേഷം ഈ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പ്രിസലോഷ്, ഈ കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. കൊച്ചിൻ്റെ ബന്ധനം അഴിഞ്ഞു, കെട്ടഴിഞ്ഞു പോയി. ഇത് പൈശാചിക പീഡയായിരുന്നു. ശ്രവണത്തിൽ പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കുട്ടി ആ തിന്മയുടെ ശക്തിയുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മെഡിസിൻ എടുത്താലും അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആര് നോക്കിയാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴോ ഈ കൊച്ചു വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാക്കും. കൊച്ചു ചിലപ്പോൾ പഠിക്കുന്നിടത്ത് അപകടങ്ങൾ ഉണ്ടാക്കും. കൊച്ചു പോകുന്ന വഴികൾ അപകടങ്ങൾ വിതയ്ക്കും. അവസാനം അപ്പനും അമ്മയ്ക്കും മാനക്കേട്, ദാനക്കേട്, അപമാനമായിട്ടത് മാറുന്നതാണ് ഈ തിന്മയുടെ ശക്തി. ഇത് ബൈബിളിൽ പറയുന്ന അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്. ഇത് നമുക്കിതിനെ ബന്ധിച്ച് പുറത്താക്കാൻ പറ്റാത്ത കാരണം എന്താ? ശിഷ്യന്മാർക്ക് ഇതേ സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ശിഷ്യന്മാർ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധനം പോകുന്നില്ല. പൈശാചിക പീഡ പല മക്കളെയും വിട്ടുപോകുന്നപ്പോൾ അവരോട് ഈശോ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്തതുകൊണ്ട്, 2 ഉപവാസവും പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ഉപവാസവും പ്രാർത്ഥനയില്ല നിങ്ങൾക്ക്. അത് വേണ്ടവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുള്ള പരിശുദ്ധ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്.
അന്ന് ഞാൻ ഒരു സംഭവം, വലിയ സംഭവമാണ്. ഒരു ദിവസം എൻ്റെ പള്ളിമുറിയിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിൽ ഇടവയിലുള്ള യുവജനങ്ങളിലാണ് കൂടി ഒരു പയ്യനെ കൊണ്ടുവന്നു. അവനൊരു 10-22 വയസ്സ് പ്രായമുണ്ട്. അവൻ ഇതുപോലത്തെ തിന്മയാണ്, മൊത്തം തിന്മയാണ്. വ്യഭിചാരം, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരി എല്ലാം ഉണ്ട്. അപ്പനെയമ്മ അനുസരിക്കത്തില്ല, ഭയങ്കര തറുതല, പള്ളി പോകത്തില്ല, ഉപസാരം ഒന്നുമില്ല. അപ്പം ഇവനെ പിടിച്ചു കെട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇവനോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇവന് എൻ്റെ അടുത്ത് വളരെ ശാന്തനായിട്ടിരിക്കുന്നു, വളരെ റെസ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇവൻ എല്ലാം കേട്ടുവെങ്കിലും പുറത്തോട്ട് പോയിട്ട് വീണ്ടും പഴയപ്പെടും. കാരണം അവനെ ബന്ധിക്കപ്പെടണം. അപ്പം അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, വർഷങ്ങൾ മുമ്പുള്ള സംഭവം. അപ്പോൾ അതിന് ശേഷം സംഭവിച്ചത് ഒരു 2-3 ആഴ്ചയപ്പോണ്ട് ഇവന് ഒരു അപകടം ഉണ്ടായി, റോഡപകടം ഉണ്ടായിട്ട് അവൻ്റെ കൈയും കാലിലും ഒടിഞ്ഞ് വല്ലാതെ കഷ്ടിച്ച് അവൻ മരണത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നീട് ഇവർ ആശുപത്രിയെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓടി ഇവൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ അപ്പനും അമ്മയും എല്ലാം ഉണ്ട്, എല്ലാവരും ഇവനോട് ദുഃഖത്തിലാണ്. ഇവൻ്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്, ഈ സ്പിരിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ കുമ്പസാരിപ്പിക്കട്ടെ, ഞാൻ നിനക്കൊന്ന് കുർബാന തരട്ടെ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ മുഖം അങ്ങ് മാറി. ഈ ബൈബിളിൽ പറഞ്ഞത് ശരിയാണ്. അതായത് ഇത് എപ്പോഴും ഈ സ്പിരിറ്റുള്ളവർ സുവിശേഷത്തിനെതിരായിരിക്കും, ഈശോ മെശിഹായ്ക്കെതിരായിരിക്കും. ഈശോയെ കണ്ടപാടെ പിശാച് വിളിച്ചോട്, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ എന്തിന് എൻ്റെ ശരിക്കും അവൻ അത്ര ഞാൻ ഇവനോട് വീട്ടിൽ ചെന്നിട്ട് സംസാരമൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആകെ പെട്ടെന്ന് കുമ്പസാരം, കുർബാന, ഈ 2 കാര്യം പറയുമ്പോൾ ഇവൻ്റെ മുഖം മാറി വീണ്ടങ്ങ് കൂടിയിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ആളുകളെല്ലാം വീട്ടിലുണ്ട്, പല ആളുകളുണ്ട്, ഇവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും ഷോക്കായിപ്പോയി. ഇവന് വേറൊരു കുഴപ്പമില്ല, അവൻ എന്നോട് പിണക്കമില്ല, എൻ്റെ വികാരിച്ചോട് പിണക്കമില്ല, അവന് വിദ്വേഷം യേശു ക്രിസ്തുവിനോടാണ്, കുമ്പസാരത്തോടും കുർബാനയോടുമാണ്. കാരണം അവൻ്റെ ഉള്ളിൽ തിന്മയുടെ അരൂപയാണിത്. ഞാൻ സങ്കടപ്പെട്ടു പോയി, അവർ വീട്ടുകാർക്ക് സങ്കടമായി പോയി. കാരണം ഞാൻ ഒത്തിരി അവനെ ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഞാൻ പോകുന്നു, ഞാൻ സാരമില്ല മോനെ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ സംഭവം നടന്നതിന് 1 വർഷം തികയുന്നതിന് 3 ദിവസം മുമ്പ് എൻ്റെ പള്ളിയുടെ പറമ്പിലുള്ള ഒരു മരത്തേൽ ഇവൻ കെട്ടി ഞാന്ന് ചത്തു. ഇവനെ ഞാൻ അടക്കം ചെയ്യുന്നുണ്ട്. ഈ സ്പിരിറ്റ് ഇങ്ങനെയാണ്. ഈ സ്പിരിറ്റ് കയറിക്കഴിഞ്ഞാൽ വണ്ടിക്കടിയിലോട്ട് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയെ കൊണ്ടുപോയി താക്കും, അല്ല എവിടെയെങ്കിലും കൊണ്ട് ഇവനെ തീർത്തിട്ടേ പിന്നെ ഇത് അടങ്ങുള്ളൂ. അതാണ് ഈ അശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. ഇവിടെയാണ് ഈശോ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് പന്നികൾ 2000 പന്നികൾ കയറിയിട്ട് അത് പോയി നേരെ കടലിലേക്ക് പോയി മുങ്ങിച്ചാകും. അതാണ് ഇവന് മുക്കിക്കളയും, ഇവനെ കൊന്നുകളയുവേ. ഇത് പല കുടുംബങ്ങളിലുണ്ട്. അച്ഛൻ വെറുതെ പറയുന്നല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പറയുക. എനിക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മക്കളും യേശുവിൻ്റെതായി തീരണം, യേശുവിൻ്റെ മാത്രമായിട്ട് തീരണം. പലപ്പോഴും വസ്ത്രധാരണയിലൂടെ നമുക്ക് ഈ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വസ്ത്രധാരണയിലൂടെ ഇവിടെ വസ്ത്രം ധരിക്കുന്നു. ചില ജീവിതങ്ങളുടെ വസ്ത്രധാരണയിൽ ഈ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും. ചില ആളുകൾ നമ്മളൊക്കെ അങ്ങോട്ട് പൊക്കി പറയുമ്പോൾ അതിൻ്റെ സിനിമയുടെ മേലെ കയറി ചില സൗന്ദര്യ ഭ്രമങ്ങളുമായിട്ട് നീങ്ങുമ്പോൾ കാണാൻ പറ്റും. ഈ വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ്. അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തുടങ്ങി. അവന് സുബോധമുണ്ടാകുമ്പോഴാണ് വസ്ത്രം ധരിക്കുന്നത്. ഈ തിന്മയുടെ ശക്തിയുള്ളവർക്ക് സുബോധമില്ല. അപ്പോൾ ഇവരുടെ വസ്ത്രധാരണയിലും അവിടെ എല്ലാ അലങ്കാരങ്ങളുടെ നടുവിലും ഈ തിന്മയുടെ അരൂപി ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. സർവ്വോടത്ത് പറഞ്ഞ് ഹല്ലേലൂയാ. എവിടെ? യേശുവിൻ്റെ അടുക്കലിരിക്കുന്നവൻ ഈശോയുടെ അടുക്കൽ നിൽക്കുന്നു. ഈശോയുടെ അടുക്കൽ ആൾ എത്തിക്കഴിഞ്ഞു. അവിടെ നോക്കുമ്പോൾ ഈശോയുടെ അടുക്കൽ ആളിരിക്കുന്നു. ആൾ സുബോധമുള്ളവനായിട്ടിരിക്കുന്നു. അവൻ വസ്ത്രം ധരിച്ചിരിക്കുന്നു. മാന്യമായ വസ്ത്രധാരണ ഇല്ലാത്ത ആരായാലും തോന്നി അവരിൽ ഈ സ്പിരിറ്റുകളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുമ്പോഴത്തോ അതിൻ്റെ തകർച്ച ആരംഭിക്കാൻ പോകുന്നു. ആ കുഞ്ഞിനെ സാത്താൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. മാന്യമല്ലാത്ത വസ്ത്രധാരണ നടക്കുന്നിടത്ത് ഈ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം കയറി വരുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പിന്നെ സുബോധം എന്താ സുബോധം? എന്താ? അവന് ഈശോയോട് സംസാരിക്കാൻ ഈശോയൊന്നും അകലുന്നില്ല. അത്ര നാൾ ഈശോയോട് എതിർത്ത് നിൽക്കുന്നവൻ ഈശോയുടെ അടുക്കലിരിക്കുന്നു.
ഈശോയുടെ അടുക്കൽ വന്നിരും. അത്ര നാളും സഭയെ എതിർത്ത് നിൽക്കുന്നവൻ ദേവാലയത്തിൽ പോകുന്നു. അത്ര നാളും കുമ്പസാരത്തെ എതിർത്തവൻ കുമ്പസാരിച്ചു കൊണ്ടിരിക്കുന്നു. വചനം വായിക്കാത്തവൻ വചനം വായിച്ചു പോകുന്നു. ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നു, മാതാപിതാക്കളുടെ അടുക്കൽ ചെല്ലുന്നു, സഹോദരങ്ങളുടെ അടുക്കൽ ചെല്ലുന്നു, കുടുംബത്തിൽ ചെല്ലുന്നു. അവന് അവിടെ മാറ്റമുണ്ടാകുന്നത് കാണാൻ പറ്റും. കാരണം ഈ സ്പിരിറ്റ് ഇവനെ വിട്ടുപോയി. അശുദ്ധി, ഈ മദ്യത്തിൻ്റെയും ഡ്രഗ്സിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്വവർഗരതിയുടെയും സ്വയം പോകുന്നതും ബ്ലൂ ഫിലിമിൻ്റെയും മ്ലേച്ഛതയുടെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ് ഇത് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവൻ സുബോധമുണ്ടായി. അപ്പോഴാണല്ലോ പല ഇങ്ങനെയുള്ള ബന്ധമുള്ള അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലും, മക്കളുടെ അടുക്ക്, മക്കളെ നോക്കാൻ നേരമുണ്ട്, ഭാര്യയെ ശുശ്രൂഷിക്കാൻ നേരമുണ്ട്, ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ നേരമുണ്ട്, മക്കളുടെ കാര്യം നോക്കാൻ നേരമുണ്ട്, പള്ളി പോകാൻ നേരമുണ്ട്, പ്രാർത്ഥിക്കാൻ നേരമുണ്ട്, താല്പര്യമുണ്ട്, കുടുംബകാര്യങ്ങളിലേക്ക് പോകും. ഈ സ്പിരിറ്റ് അല്ലെങ്കിലോ വേറെ കാര്യങ്ങൾക്ക് പോകുവൻ, നാടുനീളെ നടക്കവൻ, ടൂറാണവൻ, സകല പരിപാടിക്കും പോവൻ. പറഞ്ഞ യേശുവേ നന്ദി. ഒന്ന് കുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിതനും പന്നികൾക്ക് സംഭവിച്ചത് കണ്ടപ്പോൾ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടോ അവിടെ പന്നികൾ തകർന്ന് നശിച്ചു പോയി, അല്ല കൊല്ലപ്പെടുന്നു. അത് നഷ്ടങ്ങളുണ്ടാകും, ഭൗതിക നഷ്ടമുണ്ടാകുന്നു, ഭൗതിക നഷ്ടം വരുന്നു. അന്ന് ചിലപ്പോൾ ഉണ്ടല്ലോ പാപത്തിൻ്റെ വഴിയോട് വിട പറയുമ്പോൾ സമ്പത്ത് കുറയും, പക്ഷേ ജീവിതം രക്ഷപ്പെടും. സമ്പത്തിൻ്റെ അളവ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ അളവ്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ കുറയും, പക്ഷേ അപ്പോൾ അവൻ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിരിക്കും. അവൻ്റെ ആത്മാവ് രക്ഷപ്പെടും, അവൻ വിശുദ്ധനായി തീരും. അവന് ഒത്തിരി ബന്ധങ്ങൾ, അവൻ്റെ ഏറ്റവും വലിയ ആത്മബന്ധം അവൻ്റെ കുടുംബമായിരിക്കും. അപ്പോൾ സംഭവിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ ദേശം വിട്ട് നീ പോകണമെന്ന് യേശുവിനോട് പറയാം. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈശോയോട് പറയാം, നീ ഞങ്ങൾക്കാണ് അവർക്ക് ലോകത്തിൽ ഒത്തിരി മക്കൾ ഈ സ്പിരിറ്റുകളുണ്ട്. ഈ സ്പിരിറ്റുകളുള്ളവർ ബാക്കി ആ നാട്ടിൽ മുഴുവൻ ഇതുണ്ട്. അതുകൊണ്ടാണല്ലോ മുമ്പ് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് വിടരുതെന്ന് പറയാൻ. കാരണം ആ നാട്ടിൽ മുഴുവൻ സ്പിരിറ്റാണ്. അപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളോട് ഈശോ പറയുക, നീ ഇവിടുന്ന് പോകണം, നീ ഇവിടെ നിൽക്കരുത്. ഈ ഒരു വചനം ഞാൻ കേൾക്കണ്ട, ഈ വചനം അറിയാൻ വേണ്ട, കേൾക്കാനും വേണ്ട. നീ യു ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്, യു ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്ലേസ്, യു ഡോണ്ട് സ്പീക്ക് നിന്ന് പോകൂടാ എന്ന് യേശുവിനോട് താക്കീത് പറയുന്ന ആ ഗ്രാമവാസികൾ മൊത്തം. അതിന് മുമ്പ് പിശാച് പറയുന്ന എന്താണ്? എന്നെ ഈ നാട്ടിൽ നിന്ന് വിടരുതെന്ന് പറയുന്നു. കാരണം അവൻ്റെ ആൾക്കാരാണ് മൊത്തം അതാണ്, ഒരേ സ്പിരിറ്റാണ്. സർവ്വ പറഞ്ഞ ഹല്ലേലൂയാ. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ അടുക്കൽ അവൻ പിശാച് ബാധന യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് പോകുന്നു, യേശുവോട് കൂടെ പോകുന്നതിന് അനുവാദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അപ്പോൾ നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോകുക. കണ്ടോ, നീ നിൻ്റെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. നിൻ്റെ വീട്ടിലോട്ട് പോകാറായി. അത്ര നാളും വീട്ടിൽ കയറാത്തതിൻ്റെ കാരണം ഈ സ്പിരിറ്റാണ്. ചിലതുകൊണ്ട് കച്ചവടത്തിൽ അവൻ കഴിയുന്നത്, പണമാണ്, അവൻ കവലയാണ്, ചന്തയാണ് അവന് ഇഷ്ടമേ. അവൻ നാട് നീളം നടക്കുകയാണ്. അവനെ വീട്ടിൽ നേരെയില്ല, മക്കളെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസാരം നടക്കുന്ന നേരമില്ല. അവനത് നേരമില്ല. അത് ഈ സ്പിരിറ്റാണ്. അവനോട് പറഞ്ഞു, ഈ സ്പിരിറ്റ് പോയിക്കപ്പോൾ നീ ഇനി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. നീ പൊക്കോ, യു ആർ ഓക്കെ, യു ആർ ഫ്രീ ഫ്രം ഓൾ ബോണ്ടേജസ്, യു ആർ ഫ്രീ ഫ്രം ഓൾ ബോണ്ടേജസ്. അവൻ്റെ കുടുംബത്തിലേക്ക്, അവൻ്റെ അനുഗ്രഹത്തിലേക്ക് വരിക, സമാധാനത്തിലേക്ക് വരിക. സ്ഥലപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു തനിക്ക് വേണ്ടി ചെയ്ത് എന്തെല്ലാമെന്ന് അവൻ നാടുനീളെ പോയി പറഞ്ഞു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ ബന്ധം നമുക്ക് ഇന്ന് ഒരുപാട് മക്കളുണ്ട് അശുദ്ധാത്മ, അൺക്ലീൻ സ്പിരിറ്റ്. ഇല്ലെങ്കിൽ ഇത് ഒരാളുടെ ചരിത്രത്തിൽ ലോകമുണ്ട് അവിടെ ആ സമൂഹം മുഴുവൻ യേശുവിനെതിരെ തിരിഞ്ഞു കണ്ടില്ലേ? കാരണം എന്താ? അവർ മുഴുവൻ ഈ സ്പിരിറ്റുള്ളവരാ, മുഴുവൻ ഈ സ്പിരിറ്റുള്ളതാ. വിശുദ്ധി വേണ്ട, അത് കേൾക്കണ്ട. വിശുദ്ധി എന്ന് പറയുമ്പോഴേ ചെവി അടച്ചു പിടിക്കും. സർവ്വോട് പറഞ്ഞ ഹല്ലേലൂയാ. എനിക്കറിയാം ഒരു കുട്ടിയെയും കൊണ്ട് മിക്കവാറും ചിലപ്പോഴൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപ്പനെ പാവപ്പെട്ടു പോകാൻ കൊച്ച്. പക്ഷെ ആ കൊച്ച് ഒരു പ്രത്യേകത, വചനം ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ കൊച്ച് 2 വിരലും എടുത്ത് ചെവിക്ക് അടിച്ചു. കൊച്ചു രോഗിയായൊരു ബശാസ്യം എന്നുള്ള കുട്ടിയാണ്. പാവം കൊച്ചൊരു 8-9 വയസ്സ് കാണുമായിരിക്കും. ഇത് പെട്ടെന്ന് ചെവി അടിക്കും. കേൾക്കണ്ട. കൊച്ചിന് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്ത കൊച്ചാണ്. നമ്മൾ വേറെ ഏത് കാര്യം പറഞ്ഞാലും കൊച്ച്. പക്ഷെ ദൈവവചനം ഒരു വാക്ക് പറഞ്ഞാൽ ഒട്ടനെ കയറി അത് ക്ലോസ് അടയ്ക്കാതെ, പെട്ടെന്ന് അടയ്ക്കാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ കൃപയും അഭിഷേകവും വട്ടെ. പാപിയാമൻ
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, കണ്ണുകൾ അടച്ചു പിടിക്കണം. ഈശോയുടെ ചോര നിന്റെ മേൽ പെയ്തിറങ്ങട്ടിപ്പോൾ. എല്ലാ മക്കളുടെയും ബന്ധനം അടിയട്ടെ. ഈശോ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എനിക്ക് കാണാം. ഈശോയുടെ ആണിപ്പാടുള്ള കൈകൾ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് ആത്മാവിനെ കാണിച്ചു തരുന്നുണ്ട്. മക്കൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്ന മക്കൾ വിളിച്ചോണം. ഈ സമയത്ത് അത്ഭുതം ഉറപ്പാ, 100% ഉറപ്പാ. ഈശോയെ വിളിക്കട്ടെ, വിളിക്കട്ടെ. പോരാ പോരാ, ഉച്ചത്തിൽ ഈശോയെ. പരിശുദ്ധമായി വെളിപ്പെടുത്തുന്നു. വ്യഭിചാരം, മ്ലേച്ഛ പാപങ്ങളുടെ ബന്ധങ്ങളിൽ കുടുങ്ങി ദുഷ്ടാരൂപികളുടെ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിഞ്ഞിരുന്ന ശരിക്കും വ്യക്തമായിട്ട് എഴുതി കാണിച്ചതാണ്. 711 മക്കൾക്ക് കർത്താവ് പരിപൂർണമായിട്ടും വിടുതൽ നൽകിക്കൊണ്ട് കർത്താവ് ഇപ്പോൾ അവരെ അനുഗ്രഹിച്ചിരിക്കുന്ന വെളിപ്പെടുന്നു. ഒറ്റ വിളിച്ചോയേ പോരാ, ഉച്ചത്തില. ഇതാ ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടുന്നു. ഈ ദേശത്തിൻ്റെ മേൽ കാണാം, ഈ കൂട്ടായ്മയുടെ മേൽ, ഈ സ്ഥലത്തിൻ്റെ മേൽ ഒരു വലിയ ബന്ധനം, ഇരുട്ട് ഉണ്ടായിരുന്നു. ആ ഇരുട്ടങ്ങ് മാറിയിട്ട് ഈ സ്ഥലം ആകാശത്ത് നിന്ന് മുഴുവൻ കാണാം. ഇവിടെ മുഴുവൻ ഇപ്പോൾ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടും ദൈവത്തിൻ്റെ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ ഇപ്പോൾ വലിയൊരു പ്രകാശ വലയം കൊണ്ട് ഈ സ്ഥലം നിറഞ്ഞിരിക്കുന്നു. ഈശോയെ വിളിക്കട്ടെ, ഒറ്റ വിളി ഈശോയെ വിളിക്കട്ടെ. വീണ്ടും വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഈശോയുടെ കൈകളിൽ ചോരത്തുള്ളികൾ ഈ സ്ഥലം മുഴുവൻ തളിക്കപ്പെടുന്നതും നമ്മളിലേക്ക് കൃപയൊഴുകുന്നതും വെളിപ്പെടുന്നുണ്ട്. രണ്ട് കരം ഉയർത്തി ഈ കൃപയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ വിളിച്ചു ആശീർവദിക്കുന്നു. ഈശോയെ വിളിക്കട്ടെ.